CSKയുടെ പ്ലേ ഓഫ് സ്വപ്നങ്ങൾ അവസാനിച്ചു. ലക്നൌവിനെതിരായ നിർണായക മത്സരത്തിൽ ചെന്നൈക്ക് സംഭവിച്ചത് വൻ ദുരന്തമാണ്. 187 റൺസ് ഉയർത്തിയിട്ടും വെറും 16.4 ഓവറിൽ ലക്നൌ ലക്ഷ്യം മറികടന്നപ്പോൾ സഞ്ജുവിനും ഋതുരാജിനും എന്തുപറ്റി? പവർ പ്ലേയിലെ തകർച്ചയും അൻഷുൽ കാംബോജിന്റെ മോശം ബൗളിംഗും CSK എങ്ങനെ ബാധിച്ചു? വിശദമായി പരിശോധിക്കാം. IPL നിർണായക മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനോട് തോറ്റിരിക്കുകയാണ്. പ്ലേ ഓഫിലേക്കെത്താൻ തുടർജയം CSKക്ക് അത്യാവശ്യമായിരുന്നെങ്കിലും 7 വിക്കറ്റിന് ലക്നൌവിനോട് തോൽക്കേണ്ടി വന്നു. ആദ്യം എത്തിയ CSK 5 വിക്കറ്റിന് 187 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ലക്നൌ 16.4 ഓവറിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. ഈ തോൽവി CSKയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടി നൽകിയിരിക്കുകയാണ്. 12 മത്സരത്തിൽ നിന്ന് 12 പോയിന്റോടെ 6ാം സ്ഥാനത്തുള്ള CSKക്ക് ശേഷിക്കുന്ന 2 മത്സരം ജയിച്ചാലും 16 പോയിന്റാണ് നേടാനാവുക. ഈ പോയിന്റ് ഉപയോഗിച്ച് പ്ലേ ഓഫിലേക്ക് എത്തുക CSKയെ സംബന്ധിച്ച് വളരെ പ്രയാസമായിരിക്കും. മറ്റു ടീമുകളുടെ മത്സരഫലത്തെ ആശ്രയിച്ചാവും ഇനി CSKയുടെ പ്ലേ ഓഫ് സാധ്യത. തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്താൻ CSKക്കായെങ്കിലും ഒരു ഘട്ടത്തിലും ലക്നൌവിന് വെല്ലുവിളി ഉയർത്താൻ സാധിക്കാതെ പോയി. ലക്നൌവിനെതിരെ CSKക്ക് പിഴച്ചത് എവിടെയാണെന്നാണ് പ്രസക്തമായ ചോദ്യം. ടീമിന്റെ തകർച്ചയുടെ പ്രധാന കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് സഞ്ജു സാംസണിന്റെയും ഋതുരാജ് ഗെയ്ക്വാദിന്റെയും മോശം പ്രകടനമാണ്. നിർണായക മത്സരത്തിൽ കാര്യമായൊന്നും ചെയ്യാൻ ഇവർക്കും സാധിച്ചില്ല. ഋതുരാജ് 9 പന്തിൽ 13 റൺസും സഞ്ജു 20 പന്തിൽ 20 റൺസുമാണ് നേടിയത്. ഈ രണ്ടുപേരും വലിയ സ്കോറിലേക്ക് ഉയരാതിരുന്നത് CSK ബാറ്റിങ്ങിനെ കാര്യമായി ബാധിച്ചു. കാർത്തിക് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറിയാണ് CSKയെ വലിയ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത്. സഞ്ജു സാംസണും ഋതുരാജും ഫ്ലോപ്പായതോടെ പവർ പ്ലേയിൽ വെറും 37 റൺസിലേക്ക് CSK ഒതുങ്ങി. ഇത് മത്സരഫലത്തിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കിയെന്ന് പറയാം. ആദ്യ ഓവറിൽ 3 ബൗണ്ടറി വർത്തിയ സഞ്ജു സാംസൺ വലിയ പ്രതീക്ഷയാണ് നൽകിയത്. എന്നാൽ ആദ്യ ഓവറിന് ശേഷം ലക്നൌ ബൗളർമാർ താളം കണ്ടെത്തിയതോടെ CSK പതറുന്നതാണ് കാണാനായത്. നായകൻ ഋതുരാജ് ഗെയ്ക്വാദാണ് ആദ്യം പുറത്തായത്. പതിയെ തുടങ്ങിയ ഋതുരാജ് ആക്രമണത്തിലേക്ക് കടന്നതോടെ വിക്കറ്റ് നഷ്ടമായി. 9 പന്ത് നേരിട്ട് 13 റൺസാണ് ഋതുരാജ് നേടിയത്. 2 ബൗണ്ടറികളാണ് താരത്തിന് നേടാനായത്. 147.44 സ്ട്രൈക്ക് റേറ്റിൽ കളിച്ച ഋതുരാജിനെ ആകാശ് സിംഗ് നിക്കോളാസ് പുരാന്റെ കൈകളിൽ എത്തിക്കുകയായിരുന്നു. എക്സ്ട്രാ ബൗൺസുള്ള പന്തിൽ ഫുൾ ഷോട്ടിൽ ശ്രമിച്ച ഋതുരാജിന് ടൈമിംഗ് തെറ്റിയപ്പോൾ പുരാന് അനായാസം ക്യാച്ച് ലഭിച്ചു. ഋതുരാജ് മടങ്ങിയതോടെ ഉത്തരവാദിത്തം സഞ്ജുവിന് ചുമലിലായി. സഞ്ജു മികച്ച ഷോട്ടുകൾക്ക് ശ്രമിച്ചെങ്കിലും കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിക്കാതെ പോയി. ആകാശ് സിംഗിന്റെ ലെഗ് സൈഡിലെത്തിയ പന്തിൽ സഞ്ജു ഷോട്ടിൽ ശ്രമിച്ചപ്പോൾ കൃത്യമായി മിഡിൽ ചെയ്യാനായില്ല. ഇതോടെ പന്ത് മുകുൾ ചൗധരിയുടെ കൈകളിൽ അവസാനിച്ചു. 20 പന്ത് നേരിട്ട സഞ്ജു 20 റൺസാണ് നേടിയത്. 100 മാത്രമായിരുന്നു സ്ട്രൈക്ക് റേറ്റ്. സഞ്ജുവിനെതിരെ കൃത്യമായി ഫീൽഡ് വിന്യാസം നടത്തിയ ലക്നൌ ക്യാപ്റ്റൻ ഋഷഭ് പന്തും കൈയടി അർഹിക്കുന്നുണ്ട്. CSKയുടെ തകർച്ചയ്ക്ക് മറ്റൊരു കാരണം സ്റ്റാർ പേസർ അൻഷുൽ കാംബോജിന്റെ മോശം ബൗളിംഗ് പ്രകടനമാണ്. 11 മത്സരത്തിൽ നിന്ന് 19 വിക്കറ്റുമായി ഈ സീസണിൽ മിന്നിച്ച കാംബോജ് ലക്നൌവിനെതിരെ തല്ലു വാങ്ങിക്കൂട്ടി. 2.4 ഓവറിൽ 63 റൺസ് വഴങ്ങിയ താരത്തിന് വിക്കറ്റൊന്നും നേടാനുമായില്ല. പവർ പ്ലേയിൽ കാംബോജിന്റെ ഒരു ഓവറിൽ 4 സിക്സും 1 ഫോറുമാണ് മിച്ചൽ മാർഷ് പറത്തിയത്. മിച്ചൽ മാർഷിന്റെ കിടലൻ ബാറ്റിംഗും CSKക്ക് തിരിച്ചടിയായി. 38 പന്തിൽ 90 റൺസാണ് മിച്ചൽ മാർഷ് നേടിയത്. 9 ഫോറും 7 സിക്സുമാണ് മാർഷിന്റെ സമ്പാദ്യം. 236.84 സ്ട്രൈക്ക് റേറ്റിലാണ് മിച്ചൽ മാർഷ് കർസറിയത്. നിക്കോളാസ് പുരാൻ 17 പന്തിൽ 36 റൺസ് എടുത്ത് പുറത്താവതി നിന്നു. എന്തായാലും ഈ തോൽവിയോടെ CSKക്ക് പ്ലേ ഓഫ് സീറ്റ് കടുപ്പമായിരിക്കുകയാണെന്ന് പറയാം.